പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയരുടെയും മുൻപാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഈ വചനഭാഗത്തിലൂടെ നമ്മൾ യേശുവിന്റെ സാക്ഷികളായിട്ട് മാറുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പതറാതെ തളരാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയും യേശുവിനെ കൂടുതലായിട്ട് ജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയും വഴി തുറക്കാം. സഹനങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ സ്വർഗരാജ്യത്തിൽ നമ്മൾ അവകാശികളാകുകയില്ല. രക്തസാക്ഷികളും ഇത് തന്നെയല്ലേ ചെയ്തത്? അവർ ധീരതയോടെ യേശുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവരുടെ ജീവൻ വെടിഞ്ഞു. നമ്മൾക്കും ധീരതയോടെ നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും യേശുവിന് സാക്ഷികളായി ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.